പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങി ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ തീർത്തു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ പൂർണ്ണമായി മാറ്റിത്തരണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട്, ഞങ്ങളുടെ വേദനകൾ കണ്ട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ. അമ്മേ മാതാവേ, അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതമായി വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഭയന്നിരുന്ന ആ കുടുംബത്തെ സഹായിപ്പാൻ അമ്മയുടെ മാധ്യസ്ഥത ഏറ്റവും വലിയ സഹായമായി. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും ഓരോ പോരായ്മകളും ഓരോ ആവശ്യങ്ങളും മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മ കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മനുഷ്യരാൽ കഴിയാത്തത് അമ്മയ്ക്ക് കഴിയുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ. ഞങ്ങൾക്ക് സഹായമായി കൂടെ നിൽക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടരുതേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റിത്തരണമേ. കുടുംബ സമാധാനമില്ലായ്മയെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും ഓരോ പോരായ്മകളും മനസ്സിലാക്കി അത്ഭുതമായി അടയാളമായി അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ രോഗികളായ മക്കളെയും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ആ രോഗാവസ്ഥയെ അമ്മയൊന്ന് സ്പർശിക്കണമേ. അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. തിരുകുമാരനോട് അമ്മ ശക്തമായി ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അവരിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പൊറുക്കണമേ. ദൈവമക്കളാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതമായി കടന്നു വരണമേ. പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ പുറത്തു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ. എല്ലാവരെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനമായി അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ.
നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ മക്കൾക്കും കൊടുക്കണമേ. ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ആരെയും അമ്മ അനുവദിക്കരുതേ. എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ ജീവിതം എൻ്റെ ദൈവത്തിങ്കലാണ്, സ്വർഗത്തിലാണ്. അത് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ ഒരുക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ സഹായിക്കുവാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. അമ്മേ മാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങളുടെ മേൽ, അവരുടെ ആകുലതകളുടെ മേൽ, അവരുടെ സങ്കടങ്ങളുടെ മേൽ, അവരുടെ കണ്ണുനീരിൻ്റെ മേൽ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മേ നീ പറന്നിറങ്ങണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.